ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ. അത് വെറും കുക്കിംഗ് അല്ല കേട്ടോ, നമ്മൾ ഇന്നൊരു അടിപൊളി ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ് നോക്കുന്നത്. വെറും ഫ്രൈഡ് റൈസ് ആണെന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളണ്ട, ഇത് അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ഓനിയൻ, അതുപോലെ തന്നെ ഗാർലിക്, ഇത്രയാണ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട്, നന്നായി ചിക്കി പൊരിച്ചിട്ട് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ടാണ് കേട്ടോ സ്ക്രാമ്പിൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ചിക്കനും ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പാത്രം വെക്കുക. എനിക്കിവിടെ അതിനെ പറ്റിയിട്ടുള്ള നല്ലൊരു ചീനച്ചട്ടിയാണ് കേട്ടോ, നല്ല വലുതാണത്. ഇതിൽ അത്യാവശ്യം നല്ലോണം തന്നെ നമുക്ക് ഇളക്കാനും ഒക്കെ പറ്റും കേട്ടോ, ഇതുപോലെ അടി പിടിക്കില്ല. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ നല്ല നീളമുള്ള ബസ്മതി റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 85-90% അത് കുക്കായിട്ടുണ്ട് കേട്ടോ. അത്രയാണ് അതിലെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിക്കുമ്പോൾ എൻ്റെ ഇവിടെ മറ്റേ സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ അതുകൊണ്ട് നമ്മുടെ നോർമൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അത് ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഗാർലിക്, എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം ഏറ്റവും ആദ്യം കുറച്ച് വേവാൻ എടുക്കുന്ന വെജിറ്റബിൾസ് ആദ്യം ഇട്ട് കൊടുക്കുക. ഞാൻ ഓനിയൻ ഇട്ടു, എന്ന ശേഷം ബീൻസ്, ക്യാബേജ്, അതിനുശേഷമാണ് ക്യാരറ്റ്, അതിനുശേഷമാണ് ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ ഇടുന്നത്. അതുപോലെ ഒരു 2 സ്പൂൺ ക്യാപ്സിക്കം ഒന്ന് മാറ്റി വെക്കുക. നമുക്ക് അവസാനം ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ രുചി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ടു, നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് കൂട്ടത്തിൽ എഗ്ഗും ചിക്കനും കൂടി ഇടുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതെല്ലാം തന്നെ ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇളക്കാം. ഇളക്കിയ ശേഷം നമുക്ക് ഇതിലോട്ട് എന്താ പറയുക, കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് സോയ സോസും ആണ് ഒഴിക്കേണ്ടത്. ഇത് മൂന്നും ഒഴിച്ച ശേഷം നമുക്ക് റൈസും ഇടുക. റൈസും ഇതുപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കാൻ. അപ്പൊ അതെല്ലാം കൂടി മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ കുക്കിങ്ങിൽ ചെയ്യാറുള്ള ഒരു കാര്യമാണ്, എനിക്ക് തോന്നുന്നു അത് എല്ലാവരും ചെയ്യും, ബിഗിനേഴ്സ് എല്ലാവരും ചെയ്യുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എന്തൊക്കെയാണ് ആവശ്യം അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേർത്ത് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളത്. വളരെ എളുപ്പത്തിൽ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പോകുന്ന നേരത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. നോർമലി വീട്ടിലെ എല്ലാവർക്കും എന്ന് വെച്ചാൽ എനിക്കും ഹസ്ബൻഡിനും മോൾക്കും ഒക്കെ ഈ ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഇതിൽ ഇടുന്ന ഒരു സെലറി എന്ന് പറയുന്ന ഒരു ലീഫ് ഉണ്ട്. അതാണ് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഉള്ള മണം നമുക്ക് തരുന്നത്. നന്നായിട്ടൊരു എൻഹാൻസ് ചെയ്യും അതിന്റെ മണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓനിയൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ചെറിയ ഓനിയൻ ഇട്ടാൽ തന്നെ നമുക്ക് അതിന്റെ ഒരു ചെറിയ ഫ്ലേവർ കിട്ടും എന്നാണ് പറയാറുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ല. പക്ഷെ സെലറിക്ക് നല്ല ഫ്ലേവർ കൊടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് പ്രാക്ടിക്കലി അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ സെലറിയൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസേജ് കുറവായിരിക്കും. കാരണം നമ്മൾ 2 മാസം കൂടുമ്പോൾ ഒരിക്കൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെങ്കിലായി. ഞാനൊക്കെ എങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക വെച്ചാൽ, നമ്മളിപ്പോൾ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ചിക്കൻ്റെ കുറച്ച് പീസസ് എന്ന് വെച്ചാൽ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ചിക്കൻ എല്ലില്ലാത്ത പീസസ് മാറ്റി വെക്കും. എന്നിട്ട് ചിക്കൻ മേടിച്ച ചിക്കൻ കറിയൊക്കെ കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിലായിരിക്കും ഉണ്ടാവുക, ഫ്രീസറിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിനെ ആണ് പിന്നീട് ഫ്രൈഡ് റൈസ് ആക്കാറുള്ളത് കേട്ടോ. അത് എപ്പോഴും ചെയ്യാറില്ല. എപ്പോഴെങ്കിലും ഒരു എന്താ പറയാ, നമുക്ക് ഒഴിവാണ്, ഇനി നെക്സ്റ്റ് വെക്കാൻ നമുക്ക് സമയമുണ്ട് എന്നൊക്കെ തോന്നുന്ന സമയത്താണ് ഞാനിത് പ്രിപ്പയർ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ 2-3 മാസം കൂടുമ്പോൾ ഉണ്ടാക്കുന്ന ഈ ഫ്രൈഡ് റൈസിന് നമുക്ക് സെലറി വാങ്ങിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നടക്കില്ല. അപ്പൊ ഞാൻ ചെയ്യാറുള്ള ഒരു സൂത്രപ്പണി എന്താ വെച്ചാൽ, സെലറി വാങ്ങിച്ചിട്ട് നന്നായി ഉണക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്യാം. ഞാൻ എൻ്റെ സമയക്കുറവ് മൂലം അല്ലെങ്കിൽ എൻ്റെ മടി കാരണം ഞാൻ വൃത്തിക്കൊന്നും ഉണക്കാറില്ല, വെറുതെ അത് വെച്ചിട്ട് ഉണക്കാറുണ്ട്. ലീഫ് മാത്രം വാഷ് ചെയ്തിട്ട് ഉണക്കാറേ പതിവുള്ളൂ. നിങ്ങൾക്ക് നന്നായി കട്ട് ചെയ്തിട്ട് വൃത്തിക്ക് മുറിച്ച് ഉണക്കാം. ഉണക്കിയിട്ട് അതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു ബോക്സിൽ ഇട്ട് വെക്കാം. അപ്പം നമുക്ക് എപ്പോഴാണോ ഇങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്, അപ്പം ആ പൊടിയൊക്കെ നമുക്ക് ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല മണമായിരിക്കും ഇതിന് വരിക എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ റൈസ് ഇട്ടപ്പോൾ റൈസ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ ഇത്ര റൈസ് ഇടണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ ഞാനിങ്ങനെ പോർഷൻ നോക്കിയപ്പോൾ പിന്നെ തികയോന്നൊരു കൺഫ്യൂഷനായി. എന്നാ പിന്നെ കുറച്ചുകൂടി റൈസ് ഇടാന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടെ റൈസ് ഇട്ടു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിന്റെ തണ്ടും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഉണക്കി വെക്കുന്നതാണ്. അപ്പോൾ അത് വലിയ കാര്യമില്ല. പക്ഷെ
നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് വളരെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇത് ഉണക്കിക്കോളൂ. ഭയങ്കര സൂപ്പറായിരിക്കും, നല്ല മണമായിരിക്കും കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാവുക. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടായപ്പോഴൊക്കെ കുറച്ച് കൂടുതലായിരുന്നു, വളരെ കൂടുതലായിരുന്നു. പക്ഷെ എന്താ പറയാ, നമ്മൾ കഴിക്കുന്നതിന്റെ ഒരു 2-3 ഇരട്ടിയൊക്കെ ഞങ്ങൾ ഒരു സിനിമയിട്ട് ഞാനും ഹസ്ബൻഡും കൂടി ഇങ്ങനെ ഇരുന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സോയാ സോസ് അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സോയാ സോസ് വേണം തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സോയാ സോസും ചേർക്കാം. അല്ലെങ്കിൽ കുറച്ച് കുരുമുളകാണെങ്കിലും നമുക്ക് വളരെ കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് എരിവോ ഒന്നും ഇല്ലാത്ത ഒരു ഡിഷാണ്, എന്നാൽ നന്നായിട്ട് ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ് കേട്ടോ ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കനും എഗ്ഗും അതുപോലെ വെജിറ്റബിൾസും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. ഇത്രയും ഉണ്ടാക്കിയിട്ട് ആണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആവശ്യമുണ്ടെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി മോർ ഇനഫ് ആയിരുന്നു. പിന്നെ ഞാൻ ഇട്ടു, ഞാൻ ഇടയിൽ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എനിക്ക് ഈ ചില്ലി സോസ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രൈഡ് റൈസിന്റെ കൂടെ. ഞാൻ അത് മാത്രമേ ഇതിന്റെ കൂടെ ഇങ്ങനെ സോസായിട്ട് യൂസ് ചെയ്യാറുള്ളൂ നോർമലി. മോളാണെങ്കിലും ടൊമാറ്റോ സോസ് ഒന്നും അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.